Good evening, students. Today we will discuss few more points regarding the company meetings. Say the eighth requirement of a valid meeting. So for a valid meeting we have discussed proxies, ballot, etc. Now we discuss about motion. What is a motion? A motion is a proposition or proposal put before the meeting for discussions and decisions. Say ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു മീറ്റിങ്ങിന് മുമ്പിൽ വെക്കുന്ന ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഫോർ ഡിസ്കഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് കമ്പനിയിലെ ഡയറക്ടേഴ്സ് ഒരു പുതിയ ഡിസ്കഷൻ വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ആദ്യം അത് മോഷൻ എന്നാണ് പറയുക. ദെൻ ഒരു മോഷൻ ഒരാൾ മുന്നിലേക്ക് വെക്കുമ്പോൾ ദർ മസ്റ്റ് ബി എ പ്രപ്പോസർ ആൻഡ് ദർ മസ്റ്റ് ബി എ സെക്കൻഡർ. സോ മോഷൻ ഒരാൾ ഡിസ്കഷന് വെക്കുകയാണെങ്കിൽ ദർ മസ്റ്റ് ബി എ പ്രപ്പോസർ ഫോർ പ്രപ്പോസിങ് ദാറ്റ് മോഷൻ ആൻഡ് അതിനെ പിന്താങ്ങാൻ ഒരാൾ രണ്ട് സെക്കൻഡർമാരും ഉണ്ടാവും. ദെൻ and a motion is submitted by the chairman before the houses and the chairman asks members to express their views. So motion വന്നു കഴിഞ്ഞാൽ അതിൽ ഡിസ്കഷൻ നടക്കും. ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ട് കഴിഞ്ഞിട്ട് then it will come for the resolution. So എന്തൊക്കെയാണ് requirement of a valid motion എന്നുള്ളതാണ്. A motion must satisfy certain general condition. It must be within the scope of the notices. നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ നോട്ടീസ് നമ്മൾ ഡിസ്കഷന് വേണ്ട നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ സ്കോപ്പിലുള്ള കാര്യങ്ങളായിരിക്കണം. കമ്പനിയുടെ കാര്യത്തിനുള്ളിലുള്ള ഡിസ്കഷൻ ആയിരിക്കണം. റിട്ടൺ ഫ്രെയിംഡ് ഇൻ അഫർമേറ്റീവ് സെൻസസ്, റിട്ടൺ ആയിട്ട് വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടിരിക്കണം. ദ ലാംഗ്വേജ് ഓഫ് ദ മോഷൻ മസ്റ്റ് ബി റിഫൈൻഡ് ആൻഡ് ഫ്രീ ഫ്രം ആംബിഗിറ്റി. ആയിട്ടുള്ള ആംബിക് സെൻറ്റൻസുകൾ ഉണ്ടാവാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകൾ ഉണ്ടാവാൻ പാടില്ല. മസ്റ്റ് ബി ഡ്യൂലി സൈൻ ബൈ ദ പ്രപ്പോസർ. ആരാണോ മോഷൻ കൊണ്ടുവരുന്നത് അയാൾ സൈൻ ചെയ്തിരിക്കണം, അയാളാണ് പ്രപ്പോസർ. ആൻഡ് ദർ മസ്റ്റ് ബി സെക്കൻഡഡ്. സോ മോഷൻ വളരെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഒരു മോഷൻ. നെക്സ്റ്റ് ഈസ് റെസൊല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടേം റെസൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ മോഷൻ ഓർ എ പ്രപ്പോസൽ വിച്ച് ഈസ് വോട്ടഡ് at the meeting and accepted by the meeting. ഒരു മോഷൻ ആണ് ഡിസ്കഷൻ. ആ ഡിസ്കഷന് വേണ്ട നോട്ടീസ് കൊടുത്തു, ഡിസ്കഷൻ വന്നു, വോട്ട് ചെയ്ത് ആളുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മളെന്ത് പറയും? റെസൊല്യൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അത് തീരുമാനം ആയി. അപ്പോൾ നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണം എന്നുള്ള തീരുമാനം വന്നു, അത് മോഷനായിട്ട് മീറ്റിങ്ങിൽ വരികയാണ്. ദെൻ ആളുകളെല്ലാവരും കൂടി എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തു, യെസ് അപ്രൂവ്ഡ്. അങ്ങനെ വോട്ട് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? റെസൊല്യൂഷൻ എന്ന് പറയും. ദെൻ ബേസിക്കലി ദർ ആർ ടു ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ്. വൺ ഈസ് ഓർഡിനറി റെസൊല്യൂഷൻ, another one is special resolution. So a resolution passed at the meeting is valid only if proper notice is given to the convened for the meeting. ഒരു മീറ്റിങ്ങിൽ ഒരു മോഷൻ റെസൊല്യൂഷൻ ആവുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. ഒന്ന്, there must be a proper notice for the meeting and the quorum must be available. മീറ്റിങ്ങിനുള്ള quorum ഉണ്ടായിരിക്കണം. proper person was in chair and there must the meeting was to pass resolution. the meetingil resolution pass ചെയ്യാനുള്ള അതോറിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. then reasonable discussion was allowed and voting procedure was rules. എല്ലാ വോട്ടിംഗ് പ്രൊസീജിയറുകളും റൂൾസുകളും ചെയ്താൽ മാത്രമേ അയാൾക്ക് അല്ലെങ്കിൽ അവിടെ റെസൊല്യൂഷൻ ആക്കി മാറ്റാനുള്ള അധികാരം ഉണ്ടായിരിക്കുകയുള്ളൂ. So ordinary resolution എന്ന് പറഞ്ഞാൽ is a resolution which is passed at a valid called general meeting by simple majority of members. സിമ്പിൾ മെജോറിറ്റി മെമ്പേഴ്സിലൂടെ അല്ലെങ്കിൽ സാധാരണ ക്വാറം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 1/3 മെജോറിറ്റി എന്നാണ് പറയാം. 1/3 ആളുകൾ വോട്ട് ചെയ്താൽ സിമ്പിൾ മെജോറിറ്റി ആവും. അങ്ങനെ സിമ്പിൾ മെജോറിറ്റിയിൽ വോട്ട് ചെയ്ത് എടുക്കുന്ന മീറ്റിംഗ് പാസ്സാക്കാവുന്ന റെസൊല്യൂഷൻസിനെ നമുക്കെന്ത് പറയാം? ഓർഡിനറി റെസൊല്യൂഷൻ. ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ വിച്ച് ഇസ് പാസ്ഡ് ബൈ 3/4 ഓഫ് ദ മെമ്പേഴ്സ്. 75% ആളുകളും അപ്രൂവ് ചെയ്തിട്ട് 30% നമ്മൾ 1/3 ആണ് സിമ്പിൾ മെജോറിറ്റി,
3/4 എന്ന് പറഞ്ഞാൽ 75% ആളുകളും വോട്ട് ചെയ്ത് എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്ത മോഷൻസുകളെ നമുക്ക് എന്ത് പറയാം, സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ല റെസൊല്യൂഷൻസുകളെ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ ടേക്കൺ ഡിസിഷൻ റിലേറ്റഡ് ടു ഇമ്പോർട്ടൻറ്റ് മാറ്റർ. എന്തൊക്കെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങൾ? ഒന്നാമത് alteration of memorandum of association, change in name of the company, alteration of articles of association, issue further shares to outsiders, to reduce the share capital of the company, shifting the registered office of the company, to request the central government to appoint inspectors to investigate the affairs of the company, to obtain an order from the tribunal for winding up of the company, compulsory winding up, to direct the manner of disposal of the company's book as a proper when case of voluntary winding up. Then വേറെ ഒരു തരത്തിലുള്ള റെസൊല്യൂഷൻ റിക്വയർ സ്പെഷ്യൽ നോട്ടീസസ്. ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സസ് ഓഫ് മൈനോറിറ്റി മെമ്പേഴ്സ്, ലൈക്ക് 1% കുറവ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു നോട്ടീസ് കൊടുക്കണം. അത്തരം നോട്ടീസ് കൊടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്ത് റെസൊല്യൂഷൻ പാസ്സാക്കുന്നതാണെന്ത് റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസസ്. ഒരു കമ്പനിയിൽ ഒരു ഷെയർ സാധാരണ സ്മോൾ ഷെയർ ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ പറയാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആദ്യം നോട്ടീസ് കൊടുത്ത് കൃത്യമായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രമേ അത് 14 ദിവസം മുമ്പേ ഉള്ള നോട്ടീസ് കൊടുക്കണം. ദെൻ പോസ്റ്റൽ ബാലറ്റ്, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ പോസ്റ്റൽ ബാലറ്റ്. സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റൽ ബാലറ്റിലൂടെ ചില കാര്യങ്ങൾ പോസ്റ്റൽ ബാലറ്റിലൂടെ മാത്രമേ ഡിസ്കസ് ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് ദേ ഹാവ് ടു പാസ് സച്ച് റെസൊല്യൂഷൻസ് ത്രൂ പോസ്റ്റൽ ബാലറ്റ്. പക്ഷേ ഇവിടെ പോസ്റ്റൽ ബാലറ്റിലൂടെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില റെസൊല്യൂഷൻസ് ഉണ്ട്. എനി ബിസിനസ് ഇൻസ്പെക്ഷൻ വിച്ച് ഡയറക്ടർ ഓഡിറ്റർ ഹാവ് എ റൈറ്റ് ടു ബി ഹിയർഡ് ഇൻ ഇറ്റ് മീറ്റിംഗ്സ്. ചില ട്രാൻസാക്ഷൻസ് പോസ്റ്റൽ ബാലറ്റിലൂടെ പാടില്ല, ബട്ട് ചില ട്രാൻസാക്ഷൻസ് ഗവൺമെൻറ് ഈസ് ഗിവിങ് കമ്പൾസറിലി ദേ ഹാവ് ടു പാസ് ത്രൂ electronic postal ballot. Then registration of the resolutions. എല്ലാ റെസൊല്യൂഷൻസും അല്ല, ചില റെസൊല്യൂഷൻസ് സ്പെഷ്യലി സ്പെഷ്യൽ റെസൊല്യൂഷൻസ് പാസ്സാക്കി കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി ഇൻഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് എ രജിസ്ട്രാർ ഓഫ് ദ കമ്പനി വിത്തിൻ 30 days of the passing out of such resolutions. 30 ദിവസത്തിനുള്ളിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് താഴെ പറയുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻസുകളൊക്കെ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം. ഒന്ന് എനി സ്പെഷ്യൽ റെസൊല്യൂഷൻ, then any resolution of the board of directors of the company relating to the appointment, reappointment and renewal of board of directors, then resolution which have been agreed by the members of any classes of shares which have to be agreed was by particular manner, classes of any classes of shareholders in the resolution by all the members of the class of shareholders not agree by all the members, resolution passed by the company giving powers to its board of directors to sell or lease otherwise dispose of the all of the company. കമ്പനിയുടെ ഒന്നുകിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഫുള്ള് ഭാഗം ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു തീരുമാനം, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാറെ അറിയിക്കണം. ദെൻ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, ഇങ്ങനെയുള്ള റെസൊല്യൂഷൻസ് മൊത്തം രജിസ്ട്രാറെ വിത്തിൻ 30 days അറിയിച്ചിരിക്കൽ നിർബന്ധമാണ്. Now we go to the minutes of the meeting. The 10th requirement of meeting ആണെന്ത്? minutes. Minutes are the recording of the proceedings of the meeting of a company. ഒരു കമ്പനിയുടെ മീറ്റിങ്ങിലുള്ള എല്ലാ റെക്കോർഡിങ്സും പ്രൊസീഡിങ്സ് എഴുതുന്നതാണെന്ന് പറയാം, മിനിറ്റ്സ് എന്ന് പറയാം. അതിൽ നമ്മൾ ഡിസിഷൻ ടേക്കൺ ആൻഡ് ദെൻ കറക്റ്റ് പ്രിസൈസ് മാനറിൽ നമ്മളത് കൃത്യമായിട്ട് എഴുതി വെക്കണം. അത്തരം എഴുതി വെച്ചിട്ടുള്ള റെക്കോർഡുകളാണെന്ന് പറയാം മിനിറ്റ്സ്. എന്നുള്ള ഒരു മീറ്റിങ്ങിൻ്റെ എല്ലാ തീരുമാനങ്ങളും എഴുതി വെച്ചിട്ടുള്ള റെക്കോർഡിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ every company required to keep a minutes book of proceedings of directors meeting, general meeting, meeting of the directors and meeting of committee of board of directors. What are the legal provisions regarding the minutes? The minutes of the meeting must be written within 30 days of the conclusion of the meeting. ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ്
എഴുതിയിരിക്കണം. ഈച്ച് മീറ്റിംഗ് മസ്റ്റ് കണ്ടെയ്ൻ ഫെയർ ആൻഡ് കറക്റ്റ് സമ്മറി ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൻ്റെ കറക്റ്റ് സമ്മറി, എന്തൊക്കെയാണ് അവിടെ ഡിസ്കഷൻസ് നടന്നത്, അങ്ങനെയുള്ള സമ്മറി കൃത്യമായിട്ട് അതിൽ എഴുതിയിരിക്കണം. ദെൻ ആൾ ദ അപ്പോയിൻമെൻറ്റ് മേഡ് ദ മീറ്റിംഗ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക്. അതിൽ മീറ്റിൽ പ്രസിഡൻ്റ് ആരാണ്, പുതിയ ഡയറക്ടർ വന്നോ, പുതിയ ചെയർമാൻ വന്നോ, അല്ലെങ്കിൽ പുതിയ ഓഡിറ്റേഴ്സ് വന്നോ, അതൊക്കെ കൃത്യമായിട്ട് എഴുതണം. ദ നെയിം ഓഫ് ദ ഡയറക്ടർ ഓഫ് എനി ഹൂ, എന്തെങ്കിലും റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര്, ആരാണോ റെസൊല്യൂഷൻ പാസ് ചെയ്ത് അയാളുടെ പേര് എഴുതേണ്ടിയിരിക്കണം. ദ ചെയർമാൻ്റെ പേരുണ്ടായിരിക്കണം. ദെൻ പേജ് ദ മിനിറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി നമ്പേർഡ്. മിനിറ്റ്സ് ബുക്ക് കൃത്യമായിട്ട് നമ്പേർഡ് ആയിരിക്കണം. Of the meeting maintained as stated above is to be prepared and signed in such a manner may be prescribed. അത് കൃത്യമായിട്ട് സൈൻ ചെയ്ത് വെക്കേണ്ടതാണ് മിനിറ്റ്സ് ബുക്ക്. ദെൻ കൈൻഡ്സ് ഓഫ് മിനിറ്റ്സ് ബുക്ക്. മിനിറ്റ്സ് ബുക്ക് എങ്ങനെയാണ് മിനിറ്റ്സ് ബുക്ക് എഴുതുക എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി, മിനിറ്റ്സ് ബുക്ക് ക്യാൻ ബി ഇൻ ഫോം ഓഫ് നരേഷൻ ഓർ ഇൻ ഫോം ഓഫ് റെസൊല്യൂഷൻസ്. ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫൈനലി വി റൈറ്റ് ഓൾ ദ ഡെസിഷൻസ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഈ മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നരേഷൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എന്തൊക്കെ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട്, ആരൊക്കെ വോട്ടിംഗ് പങ്കെടുത്തു, എത്ര ആൾ വോട്ടിങ്ങിൽ പങ്കെടുത്തു, എത്ര ആൾക്കാർ അതിന് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തു, എത്ര ആൾ പ്രപ്പോസ് വോട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാണ് എന്ത് പറയുക, നരേഷൻ ടൈപ്പ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഫൈനൽ ഡിസിഷൻസ് മാത്രം എഴുതി വെക്കുക എന്നുള്ളതാണ്. ദെൻ വൈ വി നീഡ് ടു ഹാവ് എ മിനിറ്റ്സ് ബുക്ക്. Number 1, minutes book constitute an official record of the decisions arrived. It provide future references, inspections, so that it is available for inspections for any members of the company. Then minutes book produces an evidence in the court of law. കോടതിയിൽ അതൊരു എന്താണ്, തെളിവാണ്. Then minutes book ഒരിക്കലും നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല, ബട്ട് correction can be done if there is any clerical meetings. Then the final requirement of a meeting is adjournment of the meeting. Adjournment of the meeting is nothing but completing the meeting and disposal of the meeting and resume the meeting is called adjournment of the meeting. Say once all the proceedings of the meetings are discussed, then meeting will be adjourned with the permission of the president. So what are the difference between special resolutions and ordinary motions and resolutions? A motion is proposal put before the meeting. It is a resolution is a decision before on the proposal. It is a motion can be proposed, a resolution. A motion agreed by the meeting is called a resolution. A motion can be amended, but resolution cannot be amended. A motion should be moved by the proposer and seconders. For a resolution, there is no such formalities of proposer and seconder. It is not the will of the meeting. Actually, motion is not the will of the meeting, but resolution is the will of the meeting. ഒരു തീരുമാനത്തിന് വേണ്ടി നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് പറയുമ്പോഴാണ് അത് ഡിസ്കഷൻ വോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് റെസൊല്യൂഷൻ ആവുന്നത്. Resolution can be withdrawn. It cannot. Motion can be withdrawn, but resolution cannot be withdrawn. Motion start with the words to resolve, but resolution start with the word resolved. To resolve ഒന്ന് to resolve ആണ്, മറ്റേത് resolved ആണ്. Then ordinary resolution and special resolution. Ordinary resolution ഞാൻ നേരത്തെ പറഞ്ഞു 2/3 മെജോറിറ്റിയിലാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ സ്ഥാപനത്തിലുള്ള ഓർഡിനറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓർഡിനറി റെസൊല്യൂഷനിൽ ഉണ്ടാവുക. സ്പെഷ്യൽ റെസൊല്യൂഷനിൽ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഒന്ന് 1/3 മെജോറിറ്റിയിൽ, മറ്റേത് 2/3 മെജോറിറ്റിയിൽ ആണ് തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത്. Now we will discuss about book of account. എന്താണ് ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്? എവറി കമ്പനി റിക്വയർഡ് ടു കീപ് രജിസ്റ്റേർഡ് ഓഫ് ഹിസ് ഓൾ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. ബുക്ക് ഓഫ് അക്കൗണ്ട് ഇൻക്ലൂഡ് ഓൾ ഡേ ബുക്ക്, ലെഡ്ജേഴ്സ്, രജിസ്റ്റർഡ് ലീഗലി റിക്വയർഡ് ടു കെപ്റ്റ് ബൈ ദ കമ്പനീസ്. സോ എല്ലാ സ്ഥാപനത്തിൻ്റെയും അവരുടെ ലെഡ്ജർ, അതേപോലെ തന്നെ മീൻസ് അവരുടെ അക്കൗണ്ട്സുകൾ കംപ്ലീറ്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തിരിക്കണം. സോ കമ്പനീസ് ആക്ട് പെർമിറ്റ് ഇലക്ട്രോണിക് കീപ്പിംഗ് ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ദെൻ എല്ലാ ഡയറക്ടേഴ്സ് ഹാസ് എ റൈറ്റ്, എവറി ഡയറക്ടർ ഹാസ് എ പവർ ടു ഇൻസ്പെക്ട് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. Then annual return. Every company have to prepare an annual return. Should include annual return എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ registered office of the company, shares, debentures, its indebtedness, debenture holders,
promoters, directors, key managerial persons, meeting of the members, remunerations of the directors, a penalty or punishment imposed on the company, matter relating to certification of the company, as may be prescribed respect of share held by the company in other forms. So this must be kept within 60 days of the completions of the meetings. Then financial statement. The financial statement are the balance sheet, profit and loss account, cash flow statement, statement in changes in equities, and explanation note annexed to the balance sheet. So these are the requirement of a valid meeting. So there must be motion, there must be resolutions. So all the requirement, we have discussed 10 requirement of a valid meeting in detail. So this is the final video in this regard, and the final video of companies corporate regulations. So wish you all the best. Now maybe within few days we will conduct an exam. So wish you all the best, dear students.